ഒന്നാമത്തെ കാര്യം ഈ സീസണ് കുറെ ടീമാക്കി 4 ടീമാക്കി തിരിച്ചു. അപ്പൊ ടീമാക്കി തിരിച്ചപ്പോ തന്നെ ആ ടീമിനകത്തേക്ക് ഒരു സ്നേഹം വരാൻ തുടങ്ങി. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് ടീം എന്നുള്ള രീതിയിലാണ് കാണാൻ തുടങ്ങുന്നത്. പിന്നെ തുടക്കത്തിലൊന്നും ആരും വിചാരിച്ചില്ല ടീം ഇനി മാറ്റൂല എന്നാണ് വിചാരിച്ചത്. കാരണം ഈ ടീം എന്നെ തീരുന്നവരെ, അപ്പൊ നമ്മളിപ്പോ ഒരു ടീം ആകുമ്പോ ടീമിന് വേണ്ടി നിൽക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടാവും. ഇനി അങ്ങനെ ഒരു 4 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ടീം അങ്ങ് മാറ്റിയത്. എല്ലാവരുടെയും കിളി പോയി. പിന്നെ ടീം ഷഫിൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പലരുടെയും റിലേഷൻ ഇങ്ങനെ മാറി മാറി വരാൻ തുടങ്ങി കഴിഞ്ഞത്. അപ്പോൾ അതൊരു വലിയ വ്യത്യാസമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഈ ടീം മാറി 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 റൂമിൽ ആണല്ലോ താമസിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ എല്ലാരും ഒരു ഹോള് പോലെ കണ്ടല്ലായിരുന്നു, ഒരു വലിയ റൂമായിരുന്നു. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം പറയുന്നതും പരസ്പരം സംസാരിക്കുന്നതിലുള്ള ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ നിന്ന് സംസാരിച്ചാൽ അപ്പുറത്ത്, മറ്റേത് റൂം 4 ചുവരുകൾക്കുള്ളിലാണ് സംസാരിക്കുന്നത്. അപ്പുറത്ത് ഒളിഞ്ഞു കേട്ടാ കേൾക്കാം എന്നുള്ളതേ ഉള്ളൂ. സീക്രസി വന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ? സീക്രട്ട് ആയിട്ട് സംസാരിക്കാൻ എല്ലാരും തുടങ്ങി. അപ്പൊ ഇവൻ ചെവിയിൽ ഒരുപാട് പേര് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യും ചെവിയിൽ സംസാരിക്കാൻ പാടില്ല, എന്നാലും അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ പ്രൈവസി കിട്ടി. പ്രൈവസി കിട്ടുമ്പോൾ ഒബ്വിയസ്ലി കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കും, ആരാണെങ്കിലും സംസാരിക്കും. ഇപ്പൊ ഇതില് എന്താ പറയാ, ഈ ഗെയിംസും കാര്യങ്ങളൊക്കെ വന്നത്, ഇത് പല ഗെയിമേഴ്സ് ഇപ്പം ഗെയിമിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരല്ലാതെ ആൾക്കാരെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഗെയിമിൽ ആൾക്കാരെ വെറുപ്പിക്കുന്ന രീതിക്കൊക്കെ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ഫേവറേറ്റ് ഗെയിമർ എന്നും പറയാം, ഒരു ഹ്യൂമൻ ബീങ്ങും പറയാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അൻസിബി ഹൗസിനുള്ള ആരായിരുന്നു? ഹ്യൂമൻ ബീങ് ഓഫ് കോഴ്സ് ഋഷിയാണ്. ടാസ്കുകൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഫീമെയിൽ കണ്ടസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ ടാസ്കുകൾ എപ്പോഴും നന്നായി ചെയ്യാൻ ശ്രമിക്കുന്ന ആള് അപ്സരയാണ്. പിന്നെ ഒന്ന് റസ്മിനാണ്. ഇവർ രണ്ടുപേരാണ് ഏറ്റവും നന്നായിട്ട് ടാസ്കുകൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടാസ്ക് ചെയ്യണം എന്ന് ചിന്തിച്ചു അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്ന 2 ആൾക്കാർ അപ്സരയും റസ്മിനുമാണ്. പിന്നെ ആണുങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അഭിഷേക്, അഭിഷേക് പിന്നെ ജിൻഡപ്പനും എഫേർട്ടാണ്, ഭയങ്കര എഫേർട്ടാണ്. ഇപ്പം ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ കോംബോസ് അങ്ങനെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒബ്വിയസ്ലി അറിയാലോ, ഒരു കോമ്പോനെ പറയുന്നു, അപ്പുറത്ത് വേറെ ഒരു കോമ്പോന് പറയുന്നു. പക്ഷെ ഒട്ടും ആൾക്കാർക്ക് ഒരു എന്താ പറയാ ഇഷ്ടക്കേട് തോന്നാത്ത, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് അൻസിബ ഋഷി എന്ന് പറയുന്നത്. ലൈക്ക് ആ ഒരു ബ്രദർ സിസ്റ്റർ എന്ന് തന്നെ അതിനെ വിളിച്ച് ആ ഒരു ട്രൂ ബോണ്ടിനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടായിരുന്നു. അപ്പം അത് അതേപോലെ തന്നെയാണല്ലോ പുറത്തു വന്നേ എന്നുള്ളൊരു സമാധാനം ഫീൽ ചെയ്തായിരുന്നു. സത്യമായിട്ടും എനിക്ക് ഭയങ്കര സമാധാനം സന്തോഷം ഉണ്ടായിരുന്നു അതിൽ. കാരണം ഞങ്ങൾ അതറിയാൻ ഗ്രാജുവലി വന്നതാണ്, ഒറ്റ ദിവസം കൊണ്ട് വന്നതല്ല.